അക്ഷയ 88 നമ്പർ ബൂത്ത് ഒരു വല്ലാത്ത ബൂത്തായി നിൽക്കുകയാണല്ലോ. സമയം 8 മണി കഴിഞ്ഞു. ഈ പ്രശ്നം പരിഹരിച്ചോ? വോട്ട് ചെയ്യാൻ പറ്റുമോ? 5 മണിക്കൊക്കെ വന്നവർ എന്ത് ചെയ്യും? പ്രശ്നമൊക്കെ പൂർണ്ണമായിട്ടും പരിഹരിച്ചിരിക്കുന്നു. 7:30 അരമണിക്കൂർ നേരമാണ് ആ പ്രശ്നം അതുപോലെ തന്നെ നിന്നിരുന്നത്. എന്തായാലും പുതിയൊരു വിവിപാറ്റ് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചത് നേരത്തെ ഉണ്ടായിരുന്ന വിവിപാറ്റ് മാറ്റുന്നു, പുതിയ മെഷീൻ തന്നെ ഇവിടെ എത്തിക്കുന്നു. അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. പ്രശ്നം പരിഹരിച്ചെങ്കിലും വോട്ടിംഗ് വലിയ തിരക്ക് ആളുകളുടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വോട്ടിംഗ് ഇതാ ആരംഭിച്ചിരിക്കുന്നു. അത് ഇപ്പോൾ സുഗമമായ രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. ആളുകൾ വോട്ട് ചെയ്ത് മടങ്ങി വരുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വോട്ട് ചെയ്ത ആളുകൾ മടങ്ങി വരികയാണ്. 88ഉം 89ഉം ബൂത്തുകളാണ് ഇവിടെ അവർ രണ്ടിടത്തായിട്ടുള്ളത്. 89ആം ബൂത്തിൽ ആദ്യം തൊട്ട് തന്നെ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റിയിരുന്നതുകൊണ്ട് അവിടെ പ്രശ്നങ്ങളൊന്നും അവിടെ ഇപ്പോൾ തിരക്കുമില്ല. ചേട്ടാ വോട്ട് ചെയ്തോ? സുഖമായിട്ട് ചെയ്യാൻ പറ്റിയില്ലേ? കുറെ നേരത്തെ മുന്നേ വന്നിരുന്നോ? 6:45 എത്തിയാണ്. സമയം 8 മണി കഴിഞ്ഞല്ലേ? കുറെ നേരമായി നിൽക്കുന്നേ? കുറെ നേരമായി. നമുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. എന്നാലും ഞങ്ങൾ വോട്ട് ചെയ്തിട്ടേ പോവുള്ളൂ. പ്രശ്നം പരിഹരിച്ചു. കാലം മടുക്കുന്നുണ്ട്. കുറെ നേരമായി മേനെ വന്നിട്ട് ഇത്ര നേരം നിന്ന് കാല് കടയാൻ തുടങ്ങി. രാവിലെ വോട്ട് ചെയ്ത് അങ്ങ് പോകാന്ന് വിചാരിച്ചു. നേരത്തെ വന്നതാണ്. എനിക്ക് ജോലിക്ക് പോകണം. പോകാൻ സമയമായോ? 9 മണി. 9 മണി. കുഴപ്പമില്ല. അപ്പൊ ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? വോട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും പോകാൻ വേണ്ടി രാവിലെ ഇറങ്ങിയതാ? ജോബുണ്ട്. ഓക്കെ. എവിടെ വർക്ക് ചെയ്യുന്നത്? ഡോക്ടറാണ്. ഹോസ്പിറ്റലിൽ. അപ്പം കുറെ നേരമായി ഡോക്ടർ നിൽക്കുന്നേ? കുറച്ച് നേരമായി. എന്തായാലും ഇത് സ്ത്രീകളുടെ ക്യൂ ആണ്. അമ്മ കുറെ നേരമായി നിൽക്കുന്നേ? നിൽക്കാൻ തുടങ്ങി കുറെ നേരമായി. കുറച്ചു അധികം തിരക്കുണ്ട് അല്ലേ? കുറെ നേരമായോ? കുറെ നേരമായി. എന്തായാലും ഇവര് ഒക്കെ ഇവിടെ നിൽക്കുന്ന നല്ല പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇപ്പോഴും വലിയൊരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഇതാണ് പുരുഷന്മാരുടെ ക്യൂ എന്ന് പറയുന്നത്. ഇങ്ങോട്ടേക്ക് ഇപ്പോൾ 89 അപ്പുറത്താണ് അല്ലേ? ഓക്കെ. ഇത് പുരുഷന്മാരുടെ 88ലേക്കുള്ള ക്യൂ ആണ് ഇത്. ചേട്ടാ നിങ്ങളൊക്കെ വന്നിട്ട് കുറെ നേരമായോ? ഒരു അരമണിക്കൂർ. ഇപ്പോൾ വന്നിട്ടുള്ളൂ? ഇല്ല, അരമണിക്കൂറായി. സാധാരണ ഈ തിരക്ക് ഉണ്ടാവാറുണ്ട് അവിടെ? ഉണ്ടാറുണ്ട്. ഇത്തവണ എങ്ങനെ പോളിംഗ് ഉണ്ടാവുന്നൊരു കുഴപ്പമില്ല, നല്ല പ്രതീക്ഷയുണ്ട് എല്ലാവരോടും. പാലക്കാട് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മാറ്റം വേണമെന്നൊരു തോന്നലോടാണ് എല്ലാവരും വന്ന് നിൽക്കുന്നത്. എല്ലാ ജോലിയും കഴിഞ്ഞ് വന്ന് നിൽക്കുന്നത്. ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് പാലക്കാട്ടുകാർക്കുണ്ട്. മാറ്റത്തിന്റെ അടയാളമാണ് ജനക്കൂട്ടം. തീർച്ചയായിട്ടും എവിടെയാണെങ്കിലും നമ്മൾ വന്ന് ചെയ്തുകൊണ്ടിരിക്കണം എന്നല്ലേ. ചേട്ടാ കുറെ നേരമായി വന്നിട്ട്? അതെ, ഒരു 3/4 മണിക്കൂറോളമായി. മെഷീൻ എന്തോ പ്രോബ്ലം ആയതുകൊണ്ട് വെയിറ്റ് ചെയ്യാറ്. ആ സമയം തൊട്ട് ഇവിടെ ഉണ്ട്. ഇത്തവണ ഈ നല്ല ആൾക്കാരുണ്ട്. സാധാരണ ഇത്ര ആൾക്കാരുണ്ടാവുന്നുണ്ടോ? സാധാരണ ഈ പ്രോബ്ലം ഉള്ളത് കൊണ്ട് കുറച്ചൊരു ഡിലേ ആയതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ നോർമലായിട്ട് പോകും. എന്നാൽ ഈ ബൂത്തിൽ തിരക്ക് തന്നെയാണ് എപ്പോഴും തിരക്കുള്ള ബൂത്താണ്. അതെ. പക്ഷേ എപ്പോഴായിരിക്കും വോട്ട് ചെയ്യാനായി എത്തുക? അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ നേരത്തെ ഈ മിഷൻ തകരാറ് കാരണം അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. സരിൻ മടങ്ങേണ്ടി വന്നല്ലോ. എപ്പോഴായിരിക്കും ഇനി വോട്ട് ചെയ്യുക? ഏറെ കാത്തുകയാണോ മടങ്ങിയത്? അതെ. സരിൻ ഏറെ നേരം തന്നെ കാത്തിരുന്നു. ഇത് 7 മണിയാവുന്ന കൃത്യം ആ സമയത്ത് തന്നെ സരിൻ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. സരിനും സൗമ്യ സരിനും അദ്ദേഹത്തിന്റെ പങ്കാളി ഇവിടെ എത്തിയിരുന്നു. പക്ഷേ ഈ തരത്തിൽ പോളിംഗ് പ്രശ്നമുണ്ടാകുന്നു, വിവിപാറ്റ് തകരാറിലാകുന്നു. അതിനെ തുടർന്ന് അദ്ദേഹം കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. ഒരു അരമണിക്കൂറോളം അദ്ദേഹം കാത്തിരുന്നു. പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞിട്ടും അദ്ദേഹം ക്യൂ നിന്നാണ് വോട്ട് ചെയ്തത്. 20ാമതായിരുന്നു അദ്ദേഹം ആ ക്യൂവിലുണ്ടായിരുന്നത്. അപ്പോൾ ആ 20ാമത്തെ ആളാകാൻ വേണ്ടി വീണ്ടും സമയമെടുക്കുമെന്ന് മനസ്സിലാക്കിയതോടെ അദ്ദേഹം മറ്റു ബൂത്തുകളിലേക്ക് തിരിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം എന്തായാലും മറ്റു ബൂത്തുകളിലൊക്കെ പോയി ആളുകളെയൊക്കെ കാണേണ്ടതുണ്ടല്ലോ, വോട്ടർമാരെയൊക്കെ നേരിട്ട് കാണേണ്ടതുണ്ടല്ലോ. അവരെയൊക്കെ കണ്ടതിന് ശേഷം ഇങ്ങോട്ടേക്ക് തിരികെ വരാമെന്നാണ് പറഞ്ഞത്. സൗമ്യയും അദ്ദേഹത്തിനൊപ്പമല്ല, അവരും മടങ്ങിയിട്ടുണ്ട്. സരിനൊപ്പമേ വോട്ട് ചെയ്യൂ എന്നാണ് അവരും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എപ്പോഴിനി തിരികെ വരുമെന്ന് നമ്മൾ സരിനോട് ചോദിച്ചെങ്കിലും ഒരു അരമണിക്കൂർ മുൻപേ പറയാമെന്നാണ് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിനും ആ കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ല. കാരണം എല്ലാ ബൂത്തിലേക്ക് ഓടിയെത്തേണ്ടതുണ്ട്. അവർ നേരത്തെ നിശ്ചയിച്ചിരുന്ന ഒരു സമയം, അത് വിവിപാറ്റിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നത്തെ തുടർന്ന് ആ സമയം, ആ ക്രമീകരണമാകെ മുടങ്ങിയിട്ടുണ്ട്. നിങ്ങളൊക്കെ എന്തിനാ ഇവിടെ വന്നേ? ഞാൻ എൻ്റെ അച്ഛനൊപ്പം വെറുതെ. അച്ഛൻ്റെ ഒപ്പം വന്നെയാ? വോട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റില്ലല്ലോ. എത്ര വയസ്സായി? 13. 5 വർഷം ചെയ്യാം. പിടിച്ചു നിൽക്കാം. പിന്നെ അല്ല, 5 വർഷം കൊണ്ട് പിന്നെ വോട്ട് ചെയ്യാലോ. 5 വർഷം കഴിഞ്ഞാൽ ചെയ്ത് തുടങ്ങാല്ലേ, പിന്നെ എപ്പോഴും ചെയ്യാം. ശരി, പേരെന്താ? അശ്വജിത്ത്. നമ്മുടെ ഡെസ്കിൽ ഒരു അശ്വജിത്ത് ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെയാണോ? കാടാങ്കുടി ചിന്താനഗർ. ഏത് ക്ലാസ്സിലാ? 8th. അപ്പൊ അശ്വജിത്ത് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ് അല്ലേ? 13 വയസ്സാണുള്ളൂ. കൂടെ ഒരാളും കൂടെ ഉണ്ട്. ഇവർ രണ്ടുപേരും കുറെ നേരം. പേരെന്താ? ശ്രേയ. വോട്ട് ചെയ്യണം തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടല്ലേ. എന്തിനാ വോട്ട് ചെയ്യുന്നേ?
MLA-നെ വെക്കാൻ. അതൊക്കെ അറിയാം. എന്തായാലും ശ്രേയ അശ്വിത്വം ഒക്കെ ഇവിടെ ഇങ്ങനെ കുട്ടികളും കാത്തിരിക്കുന്നുണ്ട്. അവർ വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിന് ഉത്സവമാണല്ലോ തെരഞ്ഞെടുപ്പ് എന്ന്